മീൻവിലയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് മലപ്പുറം കുറ്റിപ്പുറത്തെ ഹോട്ടലിൽ മദ്യപ സംഘത്തിന്റെ അക്രമവും അഴിഞ്ഞാട്ടവും. 140ഓളം സ്ത്രീകൾ ജോലി ചെയ്യുന്ന ചോറും മീനും റെസ്റ്റോറന്റിലാണ് 5-അംഗ സംഘം കടന്നുകയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. ഹോട്ടൽ ജീവനക്കാരായ സ്ത്രീകളെ അസഭ്യം പറയുകയും മേശകളും ഗ്ലാസുകളും അടിച്ചു തകർക്കുകയും ചെയ്ത സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അക്രമം നടത്തിയ തിരൂർ സ്വദേശികളായ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് വിവരം. കഴിഞ്ഞ ദിവസം 2:30 മണിയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. 100-ലധികം വനിതാ ജീവനക്കാർ ചേർന്ന് നടത്തുന്ന ചോറും മീനും റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാനെത്തിയ 5-അംഗ മദ്യപ സംഘമാണ് ആക്രമണം നടത്തിയത്. കഴിച്ച മീനിന്റെ ബില്ലിലെ തുകയെ ചൊല്ലിയായിരുന്നു തർക്കത്തിന്റെ തുടക്കം. മീനിന്റെ വലിപ്പമനുസരിച്ച് 300 രൂപയുടെ ബില്ലാണ് ജീവനക്കാർ നൽകിയത്. എന്നാൽ 200 രൂപയുടെ മീനാണ് കഴിച്ചതെന്ന് ഭക്ഷണം കഴിച്ചവർ പറഞ്ഞ് തർക്കമായി. ഇതോടെ ബിൽ മാറ്റി നൽകാമെന്ന് ജീവനക്കാർ പറഞ്ഞെങ്കിലും മദ്യപിച്ചെത്തിയ സംഘം ബഹളം വയ്ക്കുകയായിരുന്നു. ഈ സമയം നിരവധി ആളുകൾ ഉണ്ടായിരുന്ന ഹോട്ടലിൽ ഇവർ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. വനിതാ ജീവനക്കാരെ അസഭ്യം പറയുകയും മേശയിലെ ഗ്ലാസുകൾ അടിച്ചുപൊട്ടിക്കുകയും ചെയ്തു. ആക്രമണം കണ്ട് ഭയന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച 2 വനിതാ ജീവനക്കാർക്ക് വീണ് പരിക്കേറ്റു. ഹോട്ടൽ ടേബിളുകൾ അടിച്ചു തകർത്ത സംഘം ഭക്ഷണം കഴിക്കാനെത്തിയ കുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെയും അശ്ലീലം പറയുകയും കയ്യേറ്റം നടത്താൻ ശ്രമിക്കുകയും ചെയ്തു. നമ്മള് കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ ചോറും മീൻ റെസ്റ്റോറന്റ് ഓപ്പണായിട്ട് അത് ഒരു 140ഓളം സ്ത്രീകളെ വെച്ച് നടത്തുന്ന സംരംഭമാണ്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ 2 ഷട്ടറിൽ തുടങ്ങിയിട്ട് അതിപ്പോ ഒരു 10 ഷട്ടറിലും 2 നിലകളുമായിട്ട് സ്ഥാപനം വളർന്നിരിക്കുന്നത്. അപ്പോ അവിടെ ഒരു ഒറ്റപ്പെട്ട സ്ഥലമായിരുന്നു. അവിടെ കുറച്ച് ആളുകൾ വന്നു ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ഈ കേരളത്തിന്റെ നാനാഭാഗത്തുള്ള ആളുകൾ വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നുണ്ട്. അവിടെ കഴിഞ്ഞ ദിവസം ഒരു 5 പേര് ഇതിനു മുന്നേ അവിടെ വന്നൊരു വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട് അവര്. അപ്പൊ 5 പേര് അവിടെ വന്ന് മദ്യപിച്ച് വന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് അവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീനുകളുമായിട്ട് ആളുകൾ നിരന്തരം എല്ലാ ടേബിളിൽ കൂടി നടക്കും. നമ്മുടെ കയ്യിൽ പലതരത്തിലുള്ള മീനുകളുമായിട്ട്. അപ്പൊ ആളുകൾക്ക് ആവശ്യപ്പെട്ട മീൻ ആളുകൾ വാങ്ങുക എന്നുള്ളതാണ്. അതിൽ ഒരാള് മീൻ കൊടുക്കുന്ന പലതരത്തിലുള്ള മീനുകളുണ്ട്. അപ്പൊ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഐക്കൂറുടെ തല മുതൽ അതിന്റെ പിന്നെ ഒരു കുറച്ച് ഭാഗം വരെ ഒരു വിലയ്ക്കും, വയറു ഭാഗം വേറെ വിലയ്ക്കും, കഴുത്ത് പിന്നെ വാൽ ഭാഗം വേറൊരു വിലയ്ക്കും, അങ്ങനെ 3 വിലയായിട്ടാണ് വിലയ്ക്കാണ് ഒരു മീൻ വിൽക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ പട്ടത്തി മാന്തൽ എന്ന് പറയുന്ന മാന്തൽ. 3 സൈസ് മാന്തലുണ്ട്. 200 രൂപയുടെ മാന്തലുണ്ട്, 250 രൂപയുടെ മാന്തലുണ്ട്, 300 രൂപയുടെ മാന്തലുണ്ട്. ഈ മാന്തല് ഒരു ഭക്ഷണം കഴിച്ചു, മാന്തല് കഴിച്ചു, ഒരു ബില്ലിട്ടപ്പോ മാന്തലിന് ആദ്യത്തെ ചോദിച്ചു. അവർ 200 രൂപ, മാന്തലിന്റെ വില 200 രൂപ എന്ന് പറഞ്ഞു. അത് ബില്ലിട്ടപ്പോ അത് 300 രൂപ വലിയ മാന്തലാണെന്ന് വിചാരിച്ചിട്ടാണ് ആ ബില്ലിട്ടത്. അപ്പൊ തന്നെ കസ്റ്റമർ പറഞ്ഞു ഇത് ഞങ്ങൾ 200 രൂപയുടെ മാന്തലാണ് വാങ്ങിയെന്ന് പറഞ്ഞു. അപ്പോ ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ബില്ലറ് ആ ബില്ല് തിരിച്ചു വാങ്ങാൻ ശ്രമിച്ചപ്പോ, മാറ്റിത്തരാമെന്ന് തിരിച്ചു വാങ്ങാൻ ശ്രമിച്ചപ്പോ അവരത് സമ്മതിച്ചില്ല. അങ്ങനെ അവരവിടെ ഭയങ്കരമായിട്ടൊരു ബഹളം ഉണ്ടാക്കി. നിങ്ങൾ ആളുകളെ പറ്റിക്കുക എന്ന് പറഞ്ഞു. അവിടെ ഒരുപാട് ആ സമയത്ത് തന്നെ ഒരു 1000-ഓളം ആളുകൾ ആ സമയത്ത് തന്നെ അവിടെ ഉണ്ട്. അത്രയും 2 ഫ്ലോറിലായിട്ട് അത്രയും ഫാമിലീസ്. ആ വീഡിയോ കണ്ട ഏകദേശം മനസ്സിലാവും. അത്രത്തോളം ആളുകൾ അവിടെ ഉണ്ട്. അവരങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കി. അങ്ങനെ എല്ലാവരും മദ്യപിക്കുന്നത് എന്ത് പറഞ്ഞിട്ട് അവർ അനുസരിക്കാൻ തയ്യാറല്ലായിരുന്നു.
അങ്ങനെ ഒരു വലിയ വിഷയം ഉണ്ടാക്കി അവിടെ ടേബിളൊക്കെ അടിച്ചു തകർത്ത് കുറെ സ്ത്രീകളെ സത്യം പറഞ്ഞ് രണ്ട് സ്ത്രീകൾ ഇറങ്ങി ഓടിയപ്പോൾ കാല് തെന്നി വീണ്, അതേപോലെ ഗ്ലാസ്സുകൾ ടേബിളടിച്ച് പൊട്ടിച്ച്, പിന്നെ അങ്ങനെയുള്ള നമുക്കുണ്ടാകുന്ന കുറച്ചു നേരം ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ കുറച്ച് കുട്ടികളിൽ നിന്ന് അവരൊക്കെ മാനസികമായിട്ട് അവർക്ക് കസ്റ്റമർക്ക് വേദന ഉണ്ടാക്കി. ഇതാണ് സംഭവിച്ചത്. ഞങ്ങൾ അതിനെ സ്റ്റേഷനിൽ ഇന്നലെ ചേച്ചി 6 സ്ത്രീകൾ പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ പരാതി സ്റ്റേഷനിൽ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ പരാതി സ്വീകരിച്ചിട്ടുണ്ട്. അടിപിടി കേസിൽ ഹോട്ടൽ അതിക്രമണത്തിനുള്ള പരാതി സ്വീകരിച്ചിട്ടുണ്ട്. ഇതാണ് 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് പരിപൂർണ്ണ വിവരം ലഭ്യമല്ല. പേരെന്തൊക്കെയാ ഇവരുടെ അറിയാമോ? എനിക്കറിയില്ല. ഞാൻ അറിയാത്ത ആളുകളാണ് എല്ലാം. പിന്നെ ഗൾഫിൽ നിന്ന് ആളുകളാണെന്നാണ് ഞാൻ അറിഞ്ഞത്. വൈരങ്കോട് ഭാഗത്ത് തിരുവ് വൈരങ്കോട് ഭാഗത്തുള്ള ആളുകളാണ് അറിഞ്ഞത്. സംഭവത്തിൽ ഹോട്ടലുടമ രാജീവിന്റെയും 6 വനിതാ ജീവനക്കാരുടെയും പരാതിയിൽ കുറ്റിപ്പുറം പോലീസ് കേസെടുത്തു. തിരൂർ വൈരങ്കോട് സ്വദേശികളും പ്രവാസികളുമായ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് സൂചന. ഹോട്ടലിൽ കൂട്ടം ചേർന്ന് അക്രമം നടത്തുക, വനിതാ ജീവനക്കാരെ ആക്രമിക്കുക, സ്വകാര്യ സ്വത്ത് നശിപ്പിക്കുക, പൊതുസ്ഥലത്ത് അശ്ലീലം പറയുക തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ആർ പിയൂഷ്, മറുനാടൻ മലയാളി.